ലൂസിഫർ 2 എമ്പുരാൻ. എന്തൊക്കെയാണെങ്കിലും മലയാളം മൂവി ഇൻഡസ്ട്രിയെ തന്നെ അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മൂവിയാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ അഭിനയിച്ചിരിക്കുന്ന എമ്പുരാൻ. അങ്ങനെ ഒരുപാട് നാളത്തെ എക്സ്പെക്ടേഷൻസിന്റെയും ഒരുപാട് ഹൈപ്പിന്റെയും അവസാനം എമ്പുരാൻ മൂവി മാർച്ച് 27 റിലീസ് ചെയ്യുകയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ക്യാമിയോ റോളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഫഹദ് ഫാസിൽ, ബേസൽ ജോസഫ്, അതുപോലെ തന്നെ അമീർ ഖാൻ എല്ലാവരും ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രെയിലറൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ ബഡ്ജറ്റ് ആണ് എപ്പോഴും ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഏതൊരു ഇന്റർവ്യൂ മോഹൻലാൽ ആയാലും ഈ പറയുന്ന പൃഥ്വിരാജ് ആയാലും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു താരവും ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ പൃഥ്വിരാജ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സിനിമ നിങ്ങൾ പോയിട്ട് കാണുക. ആ സിനിമ നിങ്ങൾ കാണുന്നതിന് ശേഷം ആ സിനിമയുടെ ബഡ്ജറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. എൻ്റേതൊരു ചെറിയ പടമാണെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന എമ്പുരാൻ മൂവിയെ എല്ലാ പ്രൊമോഷൻ വർക്കുകൾക്കും പൃഥ്വിരാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ആ ഒരു ചെറിയ മൂവിയുടെ ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് വളരെ ചെറിയ മൂവിയാണത്. അതുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ഒരു ഓൺലൈൻ റെക്കോർഡുകളിലും ഈ പറയുന്ന എമ്പുരാൻ മൂവിയുടെ ക്രൂ മെമ്പേഴ്സ് ഇതിന്റെ ബഡ്ജറ്റ് എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. എന്നൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയ ഒരു എമൗണ്ട് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എമ്പുരാൻ മൂവിയിൽ അഭിനയിക്കാനായിട്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്ര രൂപയാണ് തന്റെ പ്രതിഫലത്തിന്റെ രൂപത്തിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എമ്പുരാൻ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ലാലേട്ടൻ ഫാൻസും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ജിജു ജോൺ. ജിജു ജോൺ എമ്പുരാൻ മൂവിയിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു വേഷമാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു വേഷം ചെയ്യാനായിട്ട് 15 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി എമ്പുരാൻ മൂവിയിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകയുടെ വേഷം ചെയ്യുന്ന നൈല ഉഷ 40 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് പറയുന്നത് സാനിയ അയ്യപ്പൻ. സാനിയ അയ്യപ്പൻ ജാൻവി എന്ന കഥാപാത്രം എമ്പുരാൻ സിനിമയിൽ അവതരിപ്പിക്കാനായിട്ട് 25 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായി വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സുഗൻ ജോയിൽ. സുഗൻ ജോയിലും ഏകദേശം 35 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് കിഷോർ കുമാർ. അദ്ദേഹം കാർത്തിക് എന്ന കഥാപാത്രമാണ് ഈ പറയുന്ന എമ്പുരാൻ മൂവിയിൽ അവതരിപ്പിക്കുന്നത്. 1 കോടി രൂപയാണ് തന്റെ സാലറി ആയിട്ട് കിഷോർ കുമാർ എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് പറയുന്നത് കാർത്തികേയ ദേവ്. ഏകദേശം 50 ലക്ഷം രൂപയാണ് എമ്പുരാൻ മൂവിയിൽ നിന്ന് കാർത്തികേയ ദേവ് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ഒരു യൂറോപ്യൻ ആക്ടറായിട്ടുള്ള ജെറോമി ഫൈലൻ. ഏകദേശം 3 കോടി രൂപയാണ് എമ്പുരാൻ മൂവി അഭിനയിക്കുന്നതിനായിട്ട് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സായ് കുമാർ. സായ് കുമാർ ഏകദേശം 35 ലക്ഷം രൂപയാണ് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ഗോവർദ്ധൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 1.5 കോടി രൂപയാണ് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സച്ചിൻ കേദാർ. സച്ചിൻ കേദാർ PK രാംദാസ് എന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 1 കോടി രൂപയാണ് എമ്പുരാൻ മൂവിയിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി സുരാജ് വന്യാർമൂട്. സുരാജ് വന്യാർമൂട് ഏകദേശം 1 കോടി രൂപയാണ് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി അഭിമന്യു സിംഗ്. അഭിമന്യു സിംഗ് ഏകദേശം 5 കോടി രൂപയാണ് തന്റെ വേഷം അവതരിപ്പിക്കാൻ എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ബൈജു സന്തോഷ്. അദ്ദേഹം ഏകദേശം 30 ലക്ഷം രൂപയാണ് തന്റെ വേഷം അവതരിപ്പിക്കാൻ എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഏകദേശം 3 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ടൊവിനോ തോമസ്. അദ്ദേഹം ഏകദേശം 3 കോടി രൂപയാണ് സിദിൻ രാംദാസ് എന്ന തന്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ഒരു യൂറോപ്യൻ ആക്ടർ ആയിട്ടുള്ള അലക്സ് നീൽ. അദ്ദേഹം ഏകദേശം 1 കോടി രൂപയാണ് തന്റെ വേഷം അവതരിപ്പിക്കാനായിട്ട് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി അനീഷ് മേനോൻ. അനീഷ് മേനോൻ ഏകദേശം 10 ലക്ഷം രൂപയാണ് തന്റെ വേഷം അവതരിപ്പിക്കാനായിട്ട് എമ്പുരാൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി അവസാനമായിട്ട് പറയുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. എബ്രഹാം ഖുറേഷി, അതുപോലെ തന്നെ സ്റ്റീഫൻ, അതുപോലെ തന്നെ ലൂസിഫർ എന്നീ എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് എമ്പുരാൻ മൂവിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ വാങ്ങിയിരിക്കുന്നത് 20 കോടി രൂപയാണ് എമ്പുരാൻ മൂവിയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് ലാലേട്ടൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയും പേരാണ് എമ്പുരാൻ മൂവിയിൽ നല്ല മെയിൻ സ്ട്രീം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജിന്റെ സാലറി ഒരിക്കലും ഓൺലൈൻ റെക്കോർഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം ഈ ഒരു സിനിമയുടെ സംവിധായകൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഓൺലൈൻ റെക്കോർഡുകളിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇതുവരെ കിട്ടിയിട്ടുമില്ല.
എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മൂവി മാർച്ച് 27 വരികയാണ്. എല്ലാവരും പോയി കണ്ട് നല്ല രീതിയിൽ വലിയൊരു വിജയമാക്കുക. ഇപ്പോൾ നമ്മുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പല വലിയ വലിയ സിനിമകളെയും വെട്ടിച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ ഒരു ചെറിയ സിനിമ ബുക്കിങ്ങിൽ നല്ല രീതിയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വിജയം ഈ ഒരു സിനിമ ഒക്കെ കിട്ടട്ടെ എന്ന രീതിയിൽ നമ്മുടെ പബ്ലിക് PR യൂട്യൂബ് ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും മാർച്ച് 27 നമുക്ക് പോയി കാണാം, റിവ്യൂ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തൊക്കെയാണെങ്കിലും സിനിമ കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ തീർച്ചയായിട്ടും താഴെ കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്